السلام عليكم أهلا وسهلا ومرحبا بكم أيها التلاميذ الأحباء. പേജ് നമ്പർ 7. തയ്യാറു റോമാന്തിഖിയ, റൊമാൻറ്റിസം, കാൽപ്പനിക ചിന്താധാരയെക്കുറിച്ചാണ് പറയുന്നത്. ആ റോമാന്തിഖിയ, റൊമാൻസിയ, ഈ രണ്ട് രീതിയിലും റൊമാൻറ്റിസത്തെ സംബന്ധിച്ച് പറയും. മദ്ഹബുൻ അദബിയുൻ യഹ്തമു ബിൻ നഫ്സിൽ ഇൻസാനിയ. റൊമാൻറ്റിസം എന്നത് മദ്ഹബുൻ അദബിയുൻ യഹ്തമു ബിൻ നഫ്സിൽ ഇൻസാനിയ. മദ്ഹബുൻ അദബിയുൻ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്. യഹ്തമു അത് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ബിൻ നഫ്സിൽ ഇൻസാനിയ മനുഷ്യ മനസ്സിനും വമാ തസ്ഹറു ബിഹി മിൻ അവാതിഫ വ അഖീലത്തിൻ മനുഷ്യ മനസ്സിൽ നിറയുന്ന വികാരങ്ങൾക്കും ഭാവനകൾക്കുമാണ് അത് പ്രാമുഖ്യം നൽകുന്നത്. കാൽപ്പനിക സിദ്ധാന്തം. അവാതിഫ് വികാരങ്ങൾ, അഖീലത്ത് ഭാവനകൾ. ആതിഫത്തിൻ്റെ ജംഅ് അവാതിഫ്, ഖയാലിൻ്റെ ജംഅ് അഖീലത്ത്. നഫ്സുൽ ഇൻസാനിയ മനുഷ്യ മനസ്സിനും മനുഷ്യ മനസ്സിൽ നിറയുന്ന വികാരങ്ങൾക്കും ഭാവനകൾക്കുമാണ് റോമാന്തിഖിയ അല്ലെങ്കിൽ റൊമാൻസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കാൽപ്പനിക സിദ്ധാന്തം ഊന്നൽ നൽകുന്നത്, പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. വഹുവ മദ്ഹബുൻ മുതഹജ്ജിറുൻ അത് സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമാണ്. മിൻ ഖുയൂദിൽ അഖ്ലി വൽ വാഖിഇയ്യതി റിയലിസത്തിൽ നിന്നും, റിയലിസത്തിൻ്റെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും യാഥാർത്ഥ്യവും എന്ത് ശരിയെന്ന് കൽപ്പിക്കുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. ബുദ്ധിക്കും യാഥാർത്ഥ്യത്തിനും വിധേയമല്ല, അതിൽ നിന്ന് സ്വതന്ത്രമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. കാൽപ്പനികതയാണ്. അല്ലദീ യദ്ഉ ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നു ഇലാ ഫസ്ലിൽ അദബി സാഹിത്യത്തെ വേർപെടുത്തണമെന്ന്, അനിൽ അഖ്ലാഖി ധാർമ്മികതയിൽ നിന്നും സാഹിത്യത്തെ വേർപെടുത്തണമെന്നാണ് ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അൽ ഫന്നുലിൽ ഫന്നി, കല കലയ്ക്ക് വേണ്ടിയാണ്, അൽ ഫന്നുലിൽ ഹയാത്തി കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള സംവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞത്. കാൽപ്പനിക സിദ്ധാന്തത്തിൻ്റെ അടിത്തറ കലയ്ക്ക് വേണ്ടി എന്നതാണ് റൊമാൻറ്റിസം അവകാശപ്പെടുന്ന വാദം. ലഹറത്ത് റോമാന്തിഖിയ ഫി ഫറൻസ ഫിൽ ഖർനി സാമിന അശറ 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് റൊമാൻറ്റിസം പ്രത്യക്ഷപ്പെടുന്നത്. ഹിയൽ ഫന്നുല്ലദി യുഖദ്ദിമു ലിശ്ശുഊബി ആസാറൻ അദബിയ്യതൻ ബി അഅ്ളമി ലദ്ദത്തിൻ മുംകിന. ഹിയൽ ഫന്നു അല്ലദി യുഖദ്ദിമു ലിശ്ശുഊബി ഈ കല യുഖദ്ദിമു ലിശ്ശുഊബി സൊസൈറ്റിക്ക് നൽകുന്നു ആസാറൻ അദബിയ്യതൻ സാഹിത്യകൃതികളെ ബി അഅ്ളമി ലദ്ദത്തിൻ മുംകിന സാധ്യമായ ഏറ്റവും നല്ല ആസ്വാദനത്തിന് പറ്റിയ രീതിയിൽ സാഹിത്യകൃതികളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു ഫന്നാണിത്. ഏത്? ഈ തയ്യാറു റോമാന്തിഖിയ കാൽപ്പനിക സിദ്ധാന്തം സമൂഹത്തിന്, സൊസൈറ്റിക്ക് സാഹിത്യകൃതികൾ ഏറ്റവും ആസ്വാദ്യമായ രൂപത്തിൽ സമർപ്പിക്കുന്നു. മഅൽ മൈലി ഇല തജ്ദീദി നവോത്ഥാനത്തിലേക്കുള്ള ഒരു ചായ്വോടുകൂടി. അൽ അദീബ് റോമാന്തിഖി ഒരു കാൽപ്പനിക സാഹിത്യകാരൻ, യഹ്തമു അദ്ദേഹം പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ബി ഹാലാത്തിൻ നഫ്സി മനസ്സിൻ്റെ അവസ്ഥകളെയാണ്, അൽ ഫർദിയ അൽ ഖാസ വ്യക്തിപരമായ പ്രത്യേക മാനസിക അവസ്ഥകളെയാണ്,
കാൽപ്പനിക സാഹിത്യകാരൻ പരിഗണിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം എന്ത്, ബുദ്ധി എന്ത് പറയുന്നു എന്നത് ഒരു പ്രശ്നമേ അല്ല. വമിൻ മദാഹിരി ഹാദ തയ്യാരി, ഈ ട്രെൻഡിൻ്റെ പ്രകടിതമായ ഭാവങ്ങളിൽപ്പെട്ടതാണ്, സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്, പ്രകടിത സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് അത്താബഉദ്ദാത്തി, വ്യക്തിപരമായ ഒരു സെൽഫ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്താബഉദ്ദാത്തി ഒരു സ്വയം സ്വഭാവ ഗുണം, വത്തഅമ്മുലു ആഴത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ ധ്യാനം, മെഡിറ്റേഷൻ, വൽ ഹുസ്നു ദുഃഖം, വൽ ഇന്ദിമാജു ബി ത്വബീഅ പ്രകൃതിയുമായിട്ടുള്ള ഇഴുകിച്ചേരൽ, ഇതൊക്കെ ഈ ഒരു ട്രെൻഡിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇദാ കാനത്തിൽ ക്ലാസിക്കിയ്യത്തുൽ മുഹ്ദസതു തുഹക്കിമുൽ അഖ്ല വൽ മന്തിഖ, ലോജിക്കിനും ബുദ്ധിക്കുമാണ് നിയോ ക്ലാസിസം, അവ രണ്ടിനെയുമാണ് വിധികർത്താവാക്കുന്നതെങ്കിൽ റോമാന്തിക്കിയ കാൽപ്പനികത ലാ തുഹക്കിമു ഇല്ലൽ ആതിഫത്ത, അത് വികാരത്തെ മാത്രമേ വിധികർത്താവാക്കുന്നുള്ളൂ. അഥവാ റൊമാൻറ്റിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നിൽ അവർ വിലയിരുത്തുന്നത് ഇമോഷനെ മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. ലോജിക്കും ബുദ്ധിയും അവരുടെ വിലയിരുത്തലിൻ്റെ ഭാഗം അല്ല. യുക്തിചിന്തയും ബുദ്ധിചിന്തയും ഒന്നും അവരുടെ വിലയിരുത്തലിൻ്റെ ഭാഗമല്ല. അവർ വികാരത്തെ മാത്രമാണ് വിലയിരുത്തുന്നത്. ഖല്ലഫത്ത് റോമാന്തിഖിയ്യത്തു ഫീ ഖുറാഇഹ, തൻ്റെ വായനക്കാരിൽ കാൽപ്പനിക സിദ്ധാന്തം ബാക്കിയാക്കിയിട്ടുണ്ട്. ലൗഖൻ ജദീദൻ, ഒരു പുതിയ ആസ്വാദന രീതി, വ അസാസൻ ജദീദൻ, ഒരു പുതിയ അടിത്തറ, ലിൽ ഹുക്മി അലൽ അമലിൽ അദബി, ഒരു സാഹിത്യകൃതിയെ വിലയിരുത്തുന്നതിന്, അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നതിന് ഒരു പുതിയ അടിത്തറയും ഒരു പുതിയ ആസ്വാദന രീതിയും തൻ്റെ വായനക്കാരിൽ ഈ റൊമാൻറ്റിസം അവശേഷിപ്പിച്ചിട്ടുണ്ട്, ബാക്കിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഹുവ മദാ തഅസീരി ഹസ്സാസിയത്തിൽ അദീബി ഫി ഹസ്സാസിയത്തിൽ ഖാരിഇ, സാഹിത്യകാരൻ്റെ സെൻസിബിലിറ്റിയെ വായനക്കാരൻ്റെ സെൻസിബിലിറ്റിയിൽ സ്വാധീനം ചെലുത്തുന്നതിലൂടെ, വായനക്കാരൻ്റെ വൈകാരികതയിൽ സാഹിത്യകാരൻ്റെ വൈകാരികത സ്വാധീനം ചെലുത്തുന്നതിലൂടെ ഒരു സാഹിത്യകൃതിയെ വിലയിരുത്തുന്നതിനുള്ള പുതിയ അടിത്തറയും ഒരു പുതിയ ആസ്വാദന രീതിയും വായനക്കാരിൽ റൊമാൻറ്റിസം ബാക്കിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിയോ ക്ലാസിസിൽ നിന്നും തീർത്തും വിരുദ്ധമായിട്ടുള്ള മറ്റൊരു സംഗതിയാണ്. കാൽപ്പനിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രേമത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാൽപ്പനികമായ ലോകം, പദാർത്ഥ ലോകവുമായിട്ടല്ല അതിന് ബന്ധം. അതുപോലെ ധാർമ്മിക ലോകവുമായിട്ടും അതിന് ബന്ധമില്ല. ആസ്വാദനം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുക, പ്രകൃതിയെക്കുറിച്ച് പറയുക, ഒരു ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ലോകം, മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു കാൽപ്പനിക ലോകം, യാഥാർത്ഥ്യ ലോകത്തിൽ നിന്നും വിഭിന്നമായ ഒരു ലോകം. യാഥാർത്ഥ്യത്തിനും ബുദ്ധിക്കുമൊന്നും അതിൻ്റെ മുന്നിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സാഹിത്യങ്ങൾ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നവയും മറ്റുള്ളവരെ വല്ലാതെ ആകർഷിക്കാനും കാരണമാവുന്ന സാഹിത്യങ്ങളായിരിക്കും കാൽപ്പനിക സാഹിത്യങ്ങൾ. അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദമാണ് കലയെ കലയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ മാത്രം കാണണം, ധാർമ്മികതയെ ഉണർത്താൻ വേണ്ടിയിട്ടും അതിനെ പരിപാലിക്കാൻ വേണ്ടിയും കല ഉപയോഗിക്കേണ്ടതില്ല. ഇത് അവരുടെ ഒരു പ്രധാന വാദമാണ്. ഇത്തിരി പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രദ്ധിച്ച് വായിക്കുക. ഈ പറയുന്ന പോയിന്റ്സുകളാണ് ഇതിനകത്ത് പറയുന്നത്. ഇമോഷൻസിനും ഭാവനകൾക്കുമാണ്, മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾക്കുമൊക്കെയാണ്, മാനസിക ചിന്തകൾക്കുമൊക്കെയാണ് കാൽപ്പനികത പ്രാധാന്യം കൽപ്പിക്കുന്നത്. സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് ഷിഅറു മാ ഖബല റൊമാന്തിഖിയ്യ, പ്രോ റൊമാൻറ്റിക് പോയട്രി, അതായത് കാൽപ്പനിക സിദ്ധാന്തം വരുന്നതിന് മുമ്പുള്ള കവിതയെക്കുറിച്ചാണ് പറയുന്നത്.
അൽ മർഹലത്തു തജ്ദീദിയ ഫി ഷിഅ്റിൽ അറബി, അറബി കവിതയിലെ നവോത്ഥാന കാലഘട്ടം, തബ്ദഉ അത് തുടങ്ങുന്നത് ബിദഅവത്തി ഖലീൽ മുത്റാൻ, ഖലീൽ മുത്റാൻ്റെ ആഹ്വാനത്തോടെയാണ് അറബി കവിതയിൽ നവോത്ഥാന കാലഘട്ടം തുടങ്ങുന്നത്. അല്ലത്തി ലഹറത്ത്, ആ ഖലീൽ മുത്റാൻ്റെ ആഹ്വാനം അതുണ്ടായത് 1905 ഫിൽ മജല്ലത്തിൽ മിസ്രിയ, മജല്ലത്തിൽ മിസ്രിയ എന്ന ഈജിപ്ഷ്യൻ മാഗസിനിൽ. വല്ലത്തി ദആ ഫീഹ, അതിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇല തഹരീരി ഷിഅ്റിൽ അറബി, അറബി കവിതയെ മോചിപ്പിക്കണമെന്ന്, മിൻ ഖുയൂദിഹി അതിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും, അതിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും അറബി കവിതയെ മോചിപ്പിക്കണമെന്ന്. സുമ്മ തബ്ബഖ ദഅവതഹു, പിന്നെ അദ്ദേഹം തൻ്റെ ഈ ക്ഷണത്തെ പ്രായോഗികവൽക്കരിച്ചു, ബി ദീവാനിഹി തൻ്റെ കവിതാ സമാഹാരത്തിലൂടെ, അല്ലദീ ദഹറ ആമ 1908 പുറത്തിറങ്ങിയ തൻ്റെ കവിതാ സമാഹാരത്തിലൂടെ തൻ്റെ ആ ക്ഷണത്തെ അദ്ദേഹം പ്രായോഗികവൽക്കരിച്ചു. വലിദാലിക, അതിനാൽ യുഅ്തബറു മുത്റാൻ, മുത്റാൻ പരിഗണിക്കപ്പെടുന്നു, റായിദ തജ്ദീദിയ ഫി ഷിഅ്റിൽ അറബി, അറബി കവിതയിലെ നവോത്ഥാന നായകനായിട്ട് മുത്റാൻ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഒറ്റ വാക്കിലുള്ള, മനില്ലദി യുഅ്തബറു റായിദ തജ്ദീദിയ ഫി ഷിഅ്റിൽ അറബി, അറബി കവിതയിലെ നവോത്ഥാന നായകനായിട്ട് ആരാണ് പരിഗണിക്കപ്പെടുന്നത്, ആരാണ് അറിയപ്പെടുന്നത്? ഖലീൽ മുത്റാനാണ്. അറഫൽ ആലമുൽ അറബി അനി റൊമാന്തിഖിയ്യത്തി അവ്വലൻ, ആദ്യമായിട്ട് അറബ് ലോകം റൊമാൻറ്റിസത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഫി മഖാലാത്തി മുത്റാൻ വ അശ്ആരിഹി, മുത്റാൻ്റെ ലേഖനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയുമാണ് അറബ് ലോകം ആദ്യമായിട്ട് റൊമാൻറ്റിസത്തെ തിരിച്ചറിഞ്ഞത്. അതായത് റൊമാൻറ്റിസം എന്ന ട്രെൻഡ് ഒരു ട്രെൻഡ് എന്ന നിലയിൽ പ്രചാരത്തിലാകുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ ഒരു നായകത്വം വഹിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അറബ് ലോകത്ത് കൊണ്ടുവന്നയാളാണ് ഖലീൽ മുത്റാൻ. ഇനി ഷിഅ്റു റൊമാന്തിഖിയ്യ, റൊമാൻറ്റിസം ഒരു സിദ്ധാന്തമായി തന്നെ പ്രചരിച്ചു കഴിഞ്ഞ ശേഷം വന്ന കാൽപ്പനിക കവിത. ലഹറത്ത് റൊമാന്തിഖിയ്യ അൽ കാമില, ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള റൊമാൻറ്റിസം പ്രകടമായത് ഫിൽ അദബിൽ അറബി, അറബ് സാഹിത്യത്തിൽ അവ്വലൻ ആദ്യമായിട്ട് ഫിൽ ഖർനിൽ 20-ാം നൂറ്റാണ്ടിലാണ്. ഫി കിതാബാത്ത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ രചനകളിലൂടെ 20-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അറബി സാഹിത്യത്തിൽ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു റൊമാൻറ്റിസം കടന്നു വന്നത്. ആരാണ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ? റായിദുൽ അദബിൽ മഹ്ജരി, മഹ്ജരി സാഹിത്യത്തിൻ്റെ നായകനാണ് അദ്ദേഹം. മഹ്ജരി സാഹിത്യം അറിയാലോ, പ്രവാസി സാഹിത്യം. അതുപോലെ അഹമ്മദ് സക്കി അബൂഷാദിയുടെ രചനകളിലൂടെയാണ് അറബ് ലോകം റൊമാൻറ്റിസത്തെ തിരിച്ചറിഞ്ഞത്. റായിദ് ഹർക്കത്തി അപ്പോളോ, അബൂഷാദി ആരാണ്? അപ്പോളോ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്. നദജത്ത് റൊമാന്തിഖിയ്യ ഫി മുദ്ദത്തിൻ ബൈനൽ ഹർബൈനിൽ ആലമിയ്യത്തൈൻ, 2 ലോക യുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് കാൽപ്പനിക സിദ്ധാന്തം പക്വത പ്രാപിച്ചത്, വളർച്ച പ്രാപിച്ചത്. ഫി മിസ്ർ വസൂരിയ വ ലബനാൻ വൽ ഇറാഖ് വ അമേരിക്ക അഷ്ശമാലിയ വൽ ജനൂബിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഇറാഖ്, ലബനാൻ, സിറിയ, മിസ്ർ തുടങ്ങിയ പ്രദേശങ്ങളിൽ. വമിൻ അഷ്ഹരി ശുഅറാഇ റൊമാന്തിഖിയ്യ, റൊമാൻറ്റിസത്തിൻ്റെ പ്രശസ്തരായ കവികളിൽ പെട്ടവരാണ് ഇബ്രാഹിം നാജി, അലി മഹ്മൂദ് ത്വാഹ ഫി മിസ്ർ, ഈജിപ്തിലെ അലി മഹ്മൂദ് ത്വാഹ, ഇല്യാസ് അബൂ ഷബക്ക ലബനാനിലെ, ഉമർ അബൂരിഷ സുറിയയിലെ, അബുൽ ഖാസിം ഷാബി തുനീഷ്യയിലെ, വശുറാഇൽ മഹ്ജർ, മഹ്ജരി കവികൾ മീഖായിൽ നുഐമയും ഇലിയ അബൂമാദിയും പോലെയുള്ള. അടുത്തത് തയ്യാറുൽ വാഖിയ്യ, റിയലിസം.
അൽ വാഖിയ്യത്തു റിയലിസം എന്നാൽ മദ്ഹബുൻ അദബിയുൻ ഫിക്രിയുൻ മാദിയുൻ, ഒരു ഭൗതിക ദാർശനിക സാഹിത്യ സിദ്ധാന്തമാണ് വാഖിയ്യ എന്ന് പറഞ്ഞാൽ, റിയലിസം എന്ന് പറഞ്ഞാൽ. യഖ്തസിറു ഫി തസ്വീരിൽ ഹയാത്തി വത്തഅബീരി അൻഹാ അലാ ആലമിൽ മാദ്ദ, പദാർത്ഥ ലോകത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതത്തെ ചിത്രീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിൽ പരിമിതപ്പെട്ടിരിക്കുന്ന ഒരു പദാർത്ഥാധിഷ്ഠിത ദാർശനിക സാഹിത്യ പ്രസ്ഥാനമാണ് ഈ വാഖിയ്യത്ത് അഥവാ റിയലിസം എന്ന് പറഞ്ഞാൽ. അവർ നേരത്തെ പറഞ്ഞത് യാഥാർത്ഥ്യ ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ട്രെൻഡിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവർക്ക് യാഥാർത്ഥ്യ ബോധം എന്താണ്, ബുദ്ധി എന്തു പറയുന്നു എന്നത് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല. അവർ കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് തീർത്തും യാഥാർത്ഥ്യ ലോകത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ട്രെൻഡിനെ സംബന്ധിച്ചാണ്. ഇവർ കാണുന്നത് അന്നൽ ഇൻസാന, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇബാറത്തുൻ മജ്മൂഅത്തുൻ മിനൽ ഖറായിസിൽ ഹയവാനിയ, കുറെ മൃഗതൃഷ്ണകളുടെ ഒരു കൂട്ടമാണ് മനുഷ്യൻ എന്നാണ്. മൃഗാവബോധങ്ങൾ, മൃഗങ്ങൾക്ക് സഹജമായി ഉണ്ടാകുന്ന അവബോധങ്ങൾ മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം തന്നെയാണ് മനുഷ്യരും എന്നാണ് കണക്കാക്കുന്നത്. വയത്തഹിദു കുല്ല ദാലിക അസാസൻ ലിഅഫ്കാരിഹി, അവയെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ദർശനങ്ങളുടെ അടിത്തറയായിട്ട് ഇവ സ്വീകരിക്കുകയും ചെയ്യുന്നു. അല്ലത്തി തഖൂമു, ഈ പ്രസ്ഥാനത്തിൻ്റെ ദർശനങ്ങൾ നിലകൊള്ളുന്നത് അലൽ ഇഹ്തിമാമി ബിനഖ്ദിൽ മുജ്തമഇ വബഹ്സി മുഷ്കിലാത്തിഹി, സൊസൈറ്റിയുടെ പ്രശ്നങ്ങളെ ഗവേഷണം നടത്തുകയും സൊസൈറ്റിയുടെ നിരൂപണത്തെ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന അതിൻ്റെ മേലാണ് നിലകൊള്ളുന്നത് ഇതിൻ്റെ ദാർശനിക സിദ്ധാന്തം. മാ തർക്കീസി അലാ ജവാനിബി ശർരി വൽ ജരീമ, തിന്മയുടെയും കുറ്റകൃത്യങ്ങളുടെയും ഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഗവേഷണം നടത്തുകയും സമൂഹത്തിൻ്റെ ക്രിറ്റിസിസത്തിന് പ്രാധാന്യം നൽകുകയും ഒക്കെ ചെയ്യുന്നതിൽ നിലകൊള്ളുന്ന തൻ്റെ ദാർശനിക സിദ്ധാന്തങ്ങൾ, തൻ്റെ എന്ന് പറഞ്ഞാൽ ഈ റിയലിസത്തിൻ്റെ ദർശനങ്ങൾക്ക് അടിത്തറയായിട്ട് ഇവയൊക്കെയാണ് സ്വീകരിക്കുന്നത്. യുഫ്ഹമു മിനൽ വാഖിയ്യത്തി അഹ്യാനൻ, ഈ വാഖിയ്യ അഥവാ റിയലിസം എന്നതിൽ നിന്ന് ചിലപ്പോഴൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് അൽ അദബു, സാഹിത്യമാണ്. അല്ലദി യസ്തഖി മൗദൂആതിഹി, ആ സാഹിത്യം തൻ്റെ വിഷയങ്ങൾ സ്വാംശീകരിക്കുന്നത് മിൻ ഹയാത്തി ആമ്മത്തി ശഅബി വ മശാകിലിഹ, പൊതുജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും തൻ്റെ വിഷയങ്ങളെ സ്വാംശീകരിക്കുന്ന സാഹിത്യത്തെയാണ് വാഖിയ്യത്ത് എന്ന പേരിൽ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കപ്പെടുന്നത്. ഫഹുവ ദിദ്ദ അദബി അരിസ്റ്റോക്രാറ്റിയത്തിൽ ഫിക്രി വൽ ഖയാലി, പ്രഭുവർഗ ചിന്തയും ഭാവനയും ഉൾപ്പെടുന്ന സാഹിത്യത്തിന് വിരുദ്ധമാണത്. അഥവാ വളരെ അരിസ്റ്റോക്രാറ്റുകളായിട്ടുള്ള ആളുകളുടെ ചിന്തയും അവരുടെ ഭാവനയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന സാഹിത്യത്തിൽ നിന്നും വിരുദ്ധമായിട്ട് പൊതുജന മധ്യത്തിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ വിഷയമാക്കുന്ന സാഹിത്യമാണ് വാഖിയ്യത്തിൻ്റെ സാഹിത്യം. എന്നാൽ യതനാവലുൽ അദബുൽ വാഖിഅ, റിയലിസം സിദ്ധാന്തത്തിൻ്റെ ബേസിലുള്ള സാഹിത്യം കൈയാളുന്നത് മശാക്കിലൽ മുജ്തമഇ, സൊസൈറ്റിയുടെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നു, ഈ സാഹിത്യം ഏറ്റെടുക്കുന്നു. വ മദാഹിറൽ ബുഅ്സി വൽ ഫാഖ, ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രകടിതമായ ഭാവങ്ങളെയും അല്ലത്തി തർസഹു തഹതഹ തബഖാത്തു ശഅബിൽ ആമില, തൊഴിലെടുക്കുന്ന സൊസൈറ്റിയുടെ വിഭാഗങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടപ്പാടിനെ കുറിച്ചുമുള്ള പ്രകടിതമായ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെയാണ് റിയലിസം സാഹിത്യം കൈയാളുന്നത്. അവരുടെ വിഷയങ്ങൾ അതൊക്കെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്നൽ വാഖിയ്യത തസ്ആ ഇലാ തസ്വീരിൽ വാഖി,
യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കാനാണ് ഈ വാഖിയ്യത്ത് പരിശ്രമിക്കുന്നത്. കശ്ഫി അസ്രാരിഹി, അതിൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കുവാനും, ഇദ്ഹാരി ഖഫായാഹു, അതിൻ്റെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുവാനും, തഫ്സീരിഹി, അത് വ്യാഖ്യാനിക്കുവാനും. യാഥാർത്ഥ്യം എന്നതാണ് ഇവരുടെ മുന്നിലുള്ള വിഷയം. ഇന്നഹ വിജ്ഹത്തുൻ ഖാസ, ഇതൊരു പ്രത്യേക വീക്ഷണമാണ്. തറൽ ഹയാത്ത, ഇത് ജീവിതത്തെ കാണുന്നത് മിൻ ഖിലാലി മിർദാരിൻ അസ്വദ്, കറുത്ത കണ്ണടയിലൂടെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്. അഥവാ എപ്പോഴും ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൻ്റെ വിഷയങ്ങളും ഇതൊക്കെ കണ്ട് അവയെക്കുറിച്ചൊക്കെ സാഹിത്യം രചിക്കുന്ന ഒരു വിഭാഗമാണ് റിയലിസ്റ്റ് സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ. സാറത്തിൽ വാഖിയ്യത്തു ഫി സലാസത്തി ഇത്തിജാഹാത്തിൻ, 3 ധാരകളിലാണ് ഈ റിയലിസം കടന്നു വന്നിട്ടുള്ളത്, സഞ്ചരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ വാഖിയ്യത്തു നഖ്ദിയ, ക്രിട്ടിക്കൽ റിയലിസം. മറ്റൊന്ന് വൽ വാഖിയ്യത്തു തബീഇയ, നാച്ചുറൽ റിയലിസം. മറ്റൊന്ന് വൽ വാഖിയ്യത്തുൽ ഇഷ്തിറാക്കിയ, സോഷ്യൽ റിയലിസം. വമിൻ അഅ്ലാമിഹ, ഇതിൻ്റെ വക്താക്കൾ ഓണറെ ഡി ബെൽസാഖ്, ഷാർലെ ഡീക്കൻസ്, ചാൾസ് ഡീക്കൻസ്, ലിയോ ടോൾസ്റ്റോയി, ഹെമിംഗ്വേ, ഏണസ്റ്റ് ഹെമിംഗ്വേ തുടങ്ങിയവരാണ്. ഇതിൽ വാഖിയ്യത്തിൽ പദങ്ങൾ ഒത്തിരി ആശയങ്ങളും പദങ്ങളും ഒക്കെ കുറച്ചൊരു പ്രയാസമുള്ളത് കൊണ്ട് ആ വായനയിൽ നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, മലയാളം പറയുന്നതിൽ. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ട്. ഇതിൽ റിയലിസത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റിയലിസവും റൊമാൻറ്റിസവും തീർത്തും 2 രീതിയിലുള്ള ട്രെൻഡുകളാണ്. റിയലിസത്തിനകത്ത് യഥാർത്ഥ സംഭവ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, സംഭവ ലോകത്ത് ജനങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്തൊക്കെ ഇടപെടുന്ന സാഹിത്യമാണ് റിയലിസ്റ്റ് സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ ആ ഒരു ആശയം മനസ്സിൽ വെച്ചിരുന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഈ കാര്യങ്ങളെല്ലാം വായിക്കുമ്പോഴും. യാഥാർത്ഥ്യ ലോകത്ത്, സംഭവ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നതാണ് വാഖിയ്യത്തിലെ സംഭവം. ഈ വാഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വിഷയങ്ങളാക്കിയിട്ടുള്ള സാഹിത്യമാണ് ഈ റിയലിസം എന്ന വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യങ്ങൾ. നേരെ ഓപ്പോസിറ്റാണ് ഏത്, റൊമാൻറ്റിസം, കാൽപ്പനിക സിദ്ധാന്തം എന്നത്. ഇത് പൂർണ്ണമായിട്ട് കേട്ടിട്ട് സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചിട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിച്ചാൽ പറയാം. ഓക്കെ, ശുക്രൻ ലക്കും.